നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 17. അങ്ങനെ ഇന്നലെ തുടർച്ചയായി ആറാമത്തെ രാത്രിയിലും യുഎസും ഇറാനും തമ്മിലുള്ള പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ് ചെയ്തത്. എന്നാൽ പുതിയതായിട്ട് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഇറാനുമായിട്ട് നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായിട്ട് വൈറ്റ് ഹൗസ് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പുതിയ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള ഡെവലപ്മെന്റുകൾ വരും മണിക്കൂറുകളിൽ നോക്കിക്കണ്ട് തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ്, JSW സ്റ്റീൽ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, ടാറ്റ ടെക്നോളജീസ്, പൂനവാല ഫിൻകോർപ്പ്, RBL ബാങ്ക്, ഹാവൽസ് ഇന്ത്യ, ഗ്ലോബസ് സ്പിരിറ്റ്സ്, ഒബ്രോയ് റിയാലിറ്റി, തത്വചിത്തൻ ഫാമ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. തുടർന്ന് നാളെ ശനിയാഴ്ച HDFC ബാങ്ക്, ICIC ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, IDBI ബാങ്ക്, യെസ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ക്യാൻഫിൻ ഹോംസ്, ഇന്ത്യ സിമെന്റ്സ്, JK സിമെന്റ് തുടങ്ങിയ സ്റ്റോക്കുകളും അവയുടെ Q1 ഏർണിംഗ്സുകൾ നാളെ വീക്കെൻഡിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. എസ്പെഷ്യലി ഇന്ന് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം റിലയൻസിന്റെയും നാളെ HDFC ബാങ്ക്, ICIC ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ Q1 ഏർണിംഗ്സ് ആയതിനാൽ തന്നെ അതിനു മുന്നോടിയായിട്ടുള്ളൊരു പ്രകമ്പനം ഇന്ന് മാർക്കറ്റിൽ അനുഭവപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ആഴ്ചയിലെ നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും വീക്കിലി എക്സ്പയറി ഇന്നലത്തോടുകൂടി അവസാനിച്ചതിനാൽ തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് Q1 ഏർണിംഗ്സുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷനിലേക്ക് കടക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇവയുടെയൊക്കെ Q1 ഏർണിംഗ്സിന്റെ റിസൾട്ടിന്റെ പ്രതിഫലനം തിങ്കളാഴ്ച ഉറപ്പായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കുകയും ചെയ്യും. കാരണം റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ICIC ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾക്ക് നിഫ്റ്റി 50 ഇൻഡെക്സിൽ മാത്രം ഏകദേശം 30% വെയിറ്റേജ് ആണ് ഇൻഡെക്സിലുള്ളതും. അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഈ സ്റ്റോക്കുകളിൽ വരാൻ വേണ്ടി പോകുന്ന ഏറ്റക്കുറച്ചിലുകളുടെ ഇമ്പാക്ട് നിഫ്റ്റിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങളും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചേറെ ട്രേഡിംഗ് സെഷനുകളിലായി നമ്മൾ കാണുന്ന പോലെ തന്നെ ഒന്നെങ്കിൽ അപ്പർ സൈഡിലേക്ക് 24,300 എന്ന ലെവലോ അതല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് 23,800 എന്ന ലെവലോ മറികടക്കാത്തോടത്തോളം തുടർച്ചയായി 6 ട്രേഡിംഗ് സെഷനിലായിട്ട് അനുഭവപ്പെടുന്ന കൺസോളിഡേഷൻ തുടരാനുള്ള സാധ്യതകളാണ് ഇന്നും മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. എന്നാൽ അതേസമയം 24,300 എന്ന ലെവൽ അതിശക്തമായി മറികടക്കുകയാണെങ്കിൽ തുടർന്ന് 24,500 എന്ന ലെവലാണ് അപ്പർ സൈഡിലേക്ക് സസൂക്ഷ്മം നോക്കി കാണേണ്ടതും. തുടർച്ചയായി 5 ട്രേഡിംഗ് സെഷനുകളായിട്ട് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യാതെ കീപ്പപ്പ് ചെയ്യുവാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഇന്ന് ഈ സൈക്കോളജിക്കൽ ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തുടർന്ന് 23,800 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ 23,800 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കുവാൻ സാധ്യതകളേറെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് അവരുടെ Q1 ഏർണിംഗ്സുകൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചു. മാർക്കറ്റ് അവേഴ്സിന് ശേഷം കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് 156% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 830 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 3 മടങ്ങിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയതും. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നലെ യുഎസിൽ നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യൻ സമയം 6 മണിയോടുകൂടി ജൂൺ മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെ റിലീസ് ഉണ്ടായിരുന്നു. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും താഴ്ന്ന നിലയിലായിട്ട് 0.2% ഉയർച്ച മാത്രമേ ജൂൺ മാസത്തിലെ യുഎസിലെ റീറ്റെയിൽ സെയിൽസിൽ രേഖപ്പെടുത്തിയതുമുള്ളൂ. തൽഫലമായി തുടർച്ചയായ 5 മാസത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് മന്ത് ഓൺ മന്ത് ബേസിസിൽ റീറ്റെയിൽ സെയിൽസ് യുഎസിൽ നിന്നും ജൂൺ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ഇന്നും യുഎസിൽ നിന്ന് പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ഇവന്റുകളുണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യൻ സമയം 6 മണിയോടുകൂടി ജൂൺ മാസത്തെ ഹൗസിംഗ് സ്റ്റാർട്സിന്റെയും ബിൽഡിംഗ് പെർമിറ്റ്സിന്റെയും ഡാറ്റയുടെ റിലീസുകൾ നടക്കാനിരിക്കുന്നു. പിന്നീട് വൈകുന്നേരം 7:30 യുഎസിൽ നിന്നും ജൂലൈ മാസത്തെ മിഷിഗൺ കൺസ്യൂമർ സെന്റിമെന്റ്സ് ഡാറ്റയുടെ റിലീസും നടക്കാനുണ്ട്. തുടർച്ചയായി ഇന്നലെയും കൺസോളിഡേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ തുടർന്നെങ്കിലും
മാത്രമല്ല ഫ്ളാറ്റായിട്ട് നേരിയ നഷ്ടം മാത്രമേ നേരിടേണ്ടി വന്നുള്ളെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 4205.56 കോടി രൂപയ്ക്ക് ഈ മാസത്തെ ഏറ്റവും സിംഗിൾ ഡേയിലെ ഉയർന്ന തൂക്കിക്കുള്ള സെല്ലിംഗ് ആണ് നടത്തുകയും ചെയ്തത്. എങ്കിലും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2986.41 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇനി നമുക്ക് ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ആക്സിസ് ബാങ്ക് ADRന് 1.25%, ഡോക്ടർ റെഡ്ഡീസിന് 0.5% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ HDFC ബാങ്ക് ADRന് 0.5%, ICICI ബാങ്കിന് 0.5%, ഇൻഫോസിസിന് 4.5%, വിപ്രോയ്ക്ക് 0.5%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനുകളിലെ തുടർച്ചയായ ശക്തമായ നേട്ടത്തിന് ശേഷം ഇന്നലെ US മാർക്കറ്റിൽ ചിപ്പ് സ്റ്റോക്കുകളിലുണ്ടായ ശക്തമായ ഇടിവിനെ തുടർന്ന് S&P 500ന് 0.5%-ന്റെയും നാസ്ഡാക്കിന് 1.5%-നടുത്തും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും 200 പോയിന്റുകൾക്കടുത്ത് നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%-ലേറെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് ഫ്ലാറ്റായിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും ജർമ്മൻ മാർക്കറ്റിന് 0.34%-ന്റെ നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 4%-നടുത്ത് അഥവാ 2600 പോയിന്റുകൾക്ക് മുകളിൽ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വില ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചപ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്നും നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില വീണ്ടും $85.06 ക്രൂഡ് ഓയിലിന്റെ വില $79.77 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില 4000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് $3981.96 പെർ ഔൺസ് എന്ന നിലയിലായിട്ട് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഒത്തിരിയേറെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ എക്സ് ഡിവിഡന്റിന്റെ ഡേറ്റ് ആണ്. അവയിൽ പ്രധാനമായും HCL ടെക്നോളജീസ്, ശ്രീ സിമെന്റ്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ലുപ്പിൻ, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ദാബ ഇന്ത്യ, 20 മൈക്രോൺസ്, 3M ഇന്ത്യ, അപ്പോളോ പൈപ്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 0.83 എന്ന നിലയിലും മാക്സ് പെയിൻ 24,100 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. തുടർച്ചയായി ഇന്നലെ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 10 ഡേയുടെയും ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100 ഡേ EMAയുടെയും താഴെയായിട്ട് തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും തുടർച്ചയായി അഞ്ചാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് അതിന്റെ 20-50 ഡേ EMAകളുടെ മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിച്ച് തുടരുവാനുമായി. RSIയും 52.15 എന്ന നിലയിൽ സ്റ്റഡി ആയിട്ട് തന്നെ തുടരുന്നുമുണ്ട്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,200 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,150 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,050 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. PC ജ്വല്ല 1000 കോടി രൂപ വരെയുള്ള ഫണ്ട് സമാഹരണത്തിന് ബോർഡ് അംഗീകാരം നൽകി. കോൾ ഇന്ത്യ ഗുജറാത്തിലെ ഗാവ്ദയിലുള്ള 300 മെഗാവാട്ട് സൗരോർജ പദ്ധതിയിൽ നിന്ന് 200 മെഗാവാട്ട് ശേഷിക്കുള്ള കമ്മീഷനിംഗ് സർട്ടിഫിക്കറ്റ് കമ്പനിക്ക് ഗുജറാത്ത് എനർജി ഡെവലപ്മെന്റ് ഏജൻസിയിൽ നിന്ന് ലഭിച്ചു. സെർവോടെക് റിന്യൂവബിൾ ഉത്തർപ്രദേശ് ഗ്രാമവികസന വകുപ്പിൽ നിന്ന് 12 സ്ഥലങ്ങളിലായി 900 kV ശേഷിയുള്ള സോളാർ റൂഫ് ടോപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കരാർ കമ്പനി സ്വന്തമാക്കി. വിപ്രോ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ IT സർവീസസ് റവന്യൂവില്
10.7% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ പ്രോഫിറ്റില് 0.6% നേരിയ വർധനവും റിപ്പോർട്ട് ചെയ്തു. ടെക് മഹേന്ദ്ര പ്രോഫിറ്റില് 31.7%ന്റെയും റവന്യൂവില് 17.7%ന്റെയും വർധനവ് രേഖപ്പെടുത്തി. സീറ്റ് പ്രോഫിറ്റില് 96.4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 22.4% വർധനവും രേഖപ്പെടുത്തി. വിവോക് ഇന്ത്യ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറില് 14.1 കോടി രൂപ നെറ്റ് ലോസിൽ നിന്നും ഇത്തവണ ലോസ് കുറച്ചുകൊണ്ട് 4.3 കോടി രൂപയിലേക്ക് ചുരുക്കിയിട്ടുണ്ട് ലോസ്. റവന്യൂവിൽ അതേസമയം 27.7% വർധനവും രേഖപ്പെടുത്തി. 5 പൈസ ക്യാപിറ്റൽ പ്രോഫിറ്റില് 0.2% നേരിയ വർധനവും റവന്യൂവില് 13.7% വർധനവും രേഖപ്പെടുത്തി. പിരമൽ ഫൈനാൻസ് പ്രോഫിറ്റില് 66.8%ന്റെയും റവന്യൂവില് 27.6%ന്റെയും വർധനവ് രേഖപ്പെടുത്തി. ഹാത്വേ കേബിൾ പ്രോഫിറ്റില് 20.9% ഇടിവാണ് രേഖപ്പെടുത്തിയത്. എങ്കിലും റവന്യൂവില് 6.5% വർധനവും രേഖപ്പെടുത്തി. ബോറോസിൽ റിന്യൂവബിൾസ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറില് 166.6 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 86.8 കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. റവന്യൂവിലും 17% വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.